മക്കളെ, 8ാം ക്ലാസ്സിലെ നമ്മുടെ യോദ്ധ ബാച്ചിലെ കുട്ടികൾ ആദ്യത്തെ ചാപ്റ്റർ ഒക്കെ പഠിച്ച് സെറ്റ് ആയിട്ടുണ്ട് അല്ലേ. അതായത് കൃഷിയെ പറ്റിയിട്ടും എങ്ങനെയാണ് സയന്റിഫിക് ആയിട്ടുള്ള കാര്യങ്ങളൊക്കെ കൃഷിയിലും കൂടെ ഇൻക്ലൂഡ് ചെയ്ത് നമ്മുടെ അഗ്രികൾച്ചർ ബെറ്റർ ആക്കാം എന്നുള്ള രീതികളൊക്കെ നമ്മൾ ഈ ഫസ്റ്റ് ചാപ്റ്ററിൽ പഠിക്കുന്നുണ്ട്. അപ്പോൾ ഇത്തരത്തിലുള്ള കോൺസെപ്റ്റുകൾ എന്തിനാണ് നമ്മൾ പഠിക്കുന്നത്? നമ്മുടെ മുന്നോട്ടുള്ള ജീവിതത്തിൽ ഇത്തരത്തിൽ നമ്മുടെ വീടുകളിലാണെങ്കിലും നമ്മുടെ വീട്ടിലുള്ള അടുക്കള തോട്ടത്തിലൊക്കെ ആണെങ്കിലും ഏറ്റവും നല്ല രീതിയിൽ കൃഷി എങ്ങനെ മുന്നോട്ട് കൊണ്ടുപോകാം എന്ന് മനസ്സിലാക്കാനാണ്. അപ്പോൾ ഈ 1ാമത്തെ ചാപ്റ്ററിന്റെ ഇമ്പോർട്ടൻറ്റ് എന്താണെന്ന് വെച്ചാൽ നമ്മൾ ഓണപരീക്ഷയ്ക്ക് നല്ല രീതിയിൽ പഠിക്കണം. ക്രിസ്മസ് പരീക്ഷയ്ക്ക് ചെറിയ മാർക്കിനൊക്കെ ഈ ചാപ്റ്ററിൽ നിന്ന് ക്വസ്റ്റ്യൻസ് വരുന്നതാണ്. ഇനി 2ാമത്തെ ചാപ്റ്ററിലേക്ക് വരുമ്പോൾ ഇവിടെയാണ് നിങ്ങൾ കുറച്ചുകൂടി ശ്രദ്ധിക്കേണ്ട കാര്യം. നിങ്ങൾ ഇതുവരെ പഠിക്കാത്ത ഒരു പുതിയ ടോപ്പിക്കാണ് 8ാം ക്ലാസ്സിൽ എൻ്റെ കുട്ടികൾ പഠിക്കാൻ പോകുന്നത്. അതായത് എവല്യൂഷൻ എന്ന് നമ്മൾ പറയും, പരിണാമം. നമ്മൾ ഇതുവരെ ഡീൽ ചെയ്യാത്തൊരു ടോപ്പിക്കാണ്. കഴിഞ്ഞ മുന്നത്തെ സിലബസിലൊക്കെ വെച്ച് നോക്കുകയാണെങ്കിൽ 10ാം ക്ലാസ്സിലാണ് നിങ്ങൾ ആദ്യമായിട്ട് ഈ ഒരു ടോപ്പിക്ക് പഠിച്ചു തുടങ്ങിയത്. പക്ഷേ സിലബസ് അപ്ഡേഷൻ്റെ ഭാഗമായിട്ട് അതിൻ്റെ ബേസിക് കോൺസെപ്റ്റ്സുകൾ നമ്മളിപ്പോൾ 8ലാണ് പഠിക്കുന്നത്. എന്താണ് എവല്യൂഷൻ, എന്താണ് ഈ പരിണാമം എന്ന് പറഞ്ഞാൽ നമ്മളൊക്കെ എങ്ങനെ ആയി തീർന്നെന്ന് നിങ്ങളൊക്കെ ചിന്തിച്ചിട്ടുണ്ടാവും അല്ലേ. ചിലർ പറയുന്നുണ്ട് കുരങ്ങിൽ നിന്നാണ് നമ്മൾ ഉണ്ടായതെന്ന്, എന്നാൽ ചിലർ പറയുന്നുണ്ട് ബാക്ടീരിയയിൽ നിന്ന് നമ്മൾ ഫോം ചെയ്ത് വന്നിരുന്നു എന്ന്. പക്ഷെ ഇതിൻ്റെ ഒക്കെ ഫോർമേഷൻ എങ്ങനെയാണ് എന്നൊക്കെ പഠിക്കുന്ന ഒരു ചാപ്റ്ററാണ് ഇത്, നമ്മുടെ ഒറിജിൻ ഓഫ് എവല്യൂഷൻ എന്ന് പറയുന്ന ഈ ഒരു കുഞ്ഞി പാഠം. വളരെ കുട്ടി ചാപ്റ്ററാണ്, പക്ഷെ പഠിക്കുന്നതിൽ നമ്മൾ നല്ല രീതിയിൽ കോൺസെപ്റ്റ് മനസ്സിലാക്കി വെക്കണം. കാരണം ഇതിൽ കുറേ തിയറീസ്, പരിണാമ സിദ്ധാന്തങ്ങൾ നമ്മൾ പഠിക്കുന്നുണ്ട്. അതുകൂടാതെ ഭൂമി എങ്ങനെ ഉണ്ടായി എന്നും ഭൂമിയിലെ ജീവൻ എങ്ങനെ ഉണ്ടായി എന്നൊക്കെ വളരെ രസകരമായിട്ട് നമുക്ക് നല്ല എൻ്റർടൈൻ ചെയ്ത് നിങ്ങൾക്ക് സയൻസിനോട് കുറച്ചുകൂടെ ക്യൂരിയോസിറ്റിയും ഇഷ്ടമൊക്കെ വരുന്ന ചാപ്റ്ററാണ്. അപ്പോൾ ആ ചാപ്റ്റർ നിങ്ങൾ മിസ്സാക്കണ്ടെങ്കിൽ വേഗം തന്നെ യോദ്ധ ബാച്ചിലേക്ക് ജോയിൻ ചെയ്തോളൂ. നമ്മൾ ഓരോ ചാപ്റ്ററും റിവിഷൻ ക്ലാസ്സസ് മാത്രമേ നിങ്ങൾക്ക് യൂട്യൂബിൽ കിട്ടുള്ളൂ. നിങ്ങൾ ആപ്പ് പർച്ചേസ് ചെയ്ത് യോദ്ധ ബാച്ചിലേക്ക് വന്നാൽ ഈ ചാപ്റ്ററൊക്കെ ഡീറ്റെയിൽ ആയിട്ട് പഠിക്കാനും നിങ്ങൾ 7ൽ നിന്ന് വന്നതുകൊണ്ടുള്ള മാറ്റവും ബുദ്ധിമുട്ടൊക്കെ ഉണ്ടാവുമല്ലോ, അതൊക്കെ മാറ്റി ഓരോ ചാപ്റ്ററും എക്സാം ഒക്കെ എഴുതി ക്വസ്റ്റ്യൻസ് ഒക്കെ വെച്ച് നമുക്ക് പഠിക്കാനായിട്ട് പറ്റും. അപ്പോൾ ബയോളജി 20 മാർക്കിൻ്റെ പേപ്പറാണ്, പക്ഷെ നിങ്ങൾ ഓർക്കണം നമുക്ക് പഠിക്കാൻ കുറേ ചാപ്റ്റേഴ്സ് ഉണ്ട്. ബയോളജി മാത്രമല്ല, ഒപ്പം ഫിസിക്സ് കെമിസ്ട്രിയും കൂടെ വരുമ്പോൾ ടോട്ടൽ 60 മാർക്കിൻ്റെ പേപ്പറാണ് ഒരു ദിവസം നിങ്ങൾക്ക് പരീക്ഷ വരുന്നത്. അപ്പോൾ അതിനനുസരിച്ച് നമ്മൾ കോൺസെപ്റ്റ് നല്ല രീതിയിൽ പഠിക്കണം. വേഗം തന്നെ ബാച്ചിലേക്ക് ജോയിൻ ചെയ്യുക. ഇപ്പോൾ റെഫറി ഫ്രണ്ട് എന്ന ഫീച്ചർ കൂടി ഉള്ളത് കൊണ്ട് നിങ്ങൾക്ക് നിങ്ങളുടെ ഫ്രണ്ട്സിനും കൂടി എന്ത് ചെയ്യാം, നമ്മുടെ ആപ്പ് റെഫർ ചെയ്യാനും അതിൻ്റെ കൂടെ 100% ഓഫർ അല്ലെങ്കിൽ 100% റുപ്പീസ് നിങ്ങൾക്ക് എന്ത് ഏൺ ചെയ്യാനും പറ്റും. അപ്പോൾ ഈ ഒരു ഫീച്ചറൊക്കെ യൂട്ടിലൈസ് ചെയ്തുകൊണ്ട് വേഗം ബാച്ചിലേക്ക് പോരെ. വളരെ വൈകാതെ തന്നെ നമ്മുടെ ജൂൺ മാസം എത്തും, സ്കൂൾ തുറക്കും. അപ്പോഴത്തേക്കും നമ്മൾ നല്ല ടിപ്പ് ടോപ്പായി കോൺസെപ്റ്റ് ഒക്കെ പഠിച്ച് നേരെ സ്കൂളിലേക്ക് പോകാം. അപ്പോൾ ഒട്ടും വൈകണ്ട, തന്നിട്ടുള്ള നമ്പറിലേക്ക് കോൺടാക്ട് ചെയ്തോ അല്ലെങ്കിൽ നമ്മുടെ സൈലം ലേണിംഗ് ആപ്പ് ഡൗൺലോഡ് ചെയ്തോ യോദ്ധ ബാച്ചിലേക്ക് വരൂ. അടിപൊളിയായിട്ട് കോൺസെപ്റ്റ് ഒക്കെ പഠിക്കാം. അപ്പം ആപ്പിൽ കാണാം.